നിങ്ങളൊരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ പ്രോജക്റ്റിന് എ ഗ്രേഡ് ലഭിക്കുമോ ബി ഗ്രേഡ് ലഭിക്കുമോ എന്നതിനെക്കുറിച്ച് ആശങ്കയുമുണ്ട്. അപ്പോൾ അതേ പ്രോജക്റ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ എല്ലാ സർക്കാർ കെട്ടിടങ്ങളിലും പറക്കുന്നത് കൂടി സങ്കല്പിച്ചു നോക്കൂ. അതെ, ഇപ്പോഴത്തെ അമേരിക്കൻ പതാക 17 വയസ്സുള്ള ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് രൂപകൽപ്പന ചെയ്തത്. അവന്റെ പേര് റോബർട്ട് ജി ഹെഫ്റ്റ് എന്നായിരുന്നു. റോബർട്ടിന്റെ അധ്യാപകൻ ക്ലാസ്സിൽ ഒരു അസൈൻമെന്റ് നൽകി: ഒരു പുതിയ അമേരിക്കൻ പതാക രൂപകൽപ്പന ചെയ്യുക. ആ സമയത്ത് അമേരിക്ക അലാസ്കയും ഹവായിയെയും സംസ്ഥാനങ്ങളായി ചേർക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ പഴയ 48 നക്ഷത്ര പതാകയോ? അത് കാലഹരണപ്പെട്ടിരിക്കുന്നു. റോബർട്ട് രാത്രി മുഴുവൻ കുത്തിയിരുന്ന് 50 നക്ഷത്രങ്ങളുള്ള ഒരു പതാക തുന്നിച്ചേർത്തു. വരികളിൽ ഭംഗിയായി ക്രമീകരിച്ചു. അവൻ അഭിമാനത്തോടെ അത് സമർപ്പിച്ചു. അവന്റെ അധ്യാപകനെ നോക്കി പറഞ്ഞു: നല്ല ശ്രമം, B- ഗ്രേഡ് തരാം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായി മാറിയ പതാകയുടെ ഗ്രേഡായിരുന്നു -B. പക്ഷേ റോബർട്ട് അവിടെ തളർന്നില്ല. അവൻ ആ ഡിസൈൻ വാഷിംഗ്ടൺ DC-യിലേക്ക് അയച്ചു. മാസങ്ങൾക്ക് ശേഷം സർക്കാർ വിളിച്ചു. 1500 ഡിസൈനുകളിൽ നിന്നും അവർ അവൻ്റേതാണ് തെരഞ്ഞെടുത്തത്. പ്രസിഡന്റ് അത് അംഗീകരിച്ചിരിക്കുന്നു. പെട്ടെന്ന് ആ -B ഗ്രഹപാഠം ചന്ദ്രനിലും സൈനിക താവളങ്ങളിലും ലോകം മുഴുവൻ പറന്നു തുടങ്ങി. ടീച്ചർക്ക് -B A ഗ്രേഡാക്കി മാറ്റേണ്ടിയും വന്നു.